നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഞാൻ ഇതുവരെയും പരിചയപ്പെടുത്താത്ത ഒരു ബാങ്കിൻ്റെ 3 ക്രെഡിറ്റ് കാർഡുകളാണ്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് എന്ന് പറയുന്ന ബാങ്കിൻ്റെ 3 ക്രെഡിറ്റ് കാർഡുകൾ. നമ്മളിതുവരെയും ആ ഒരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളൊന്നും പരിചയപ്പെട്ടിട്ടില്ല. 3നും വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറുകളാണുള്ളത്. അതിൽ 2 എണ്ണം നോർമൽ ക്രെഡിറ്റ് കാർഡുകളും മറ്റൊന്ന് ഒരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുമാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡുകളെക്കുറിച്ച് പറയുന്നതിന് മുന്നേ മറ്റൊരു കാര്യം പറയട്ടെ. ക്രെഡിറ്റ് കാർഡുകൾ എല്ലാവരും അപ്ലൈ ചെയ്യേണ്ടതല്ല, ആവശ്യക്കാർ മാത്രം. അത് എങ്ങനെയുള്ള ആവശ്യക്കാർ? കൃത്യമായിട്ട് ഡ്യൂ ഡേറ്റിൽ തന്നെ നമ്മൾ അതുവരെയും ഉപയോഗിച്ച ബിൽ തുക തിരിച്ചടയ്ക്കാൻ കഴിവുള്ളവർ മാത്രമാണ് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഡ്യൂ ഡേറ്റിൽ തന്നെ ബിൽ തുക തിരിച്ചടയ്ക്കാൻ കഴിയുന്ന വ്യക്തിക്ക് 50 ദിവസത്തോളം 1 രൂപ പോലും പലിശ കൊടുക്കാതെ അല്ലെങ്കിൽ മറ്റൊരു ഫീ കൊടുക്കാതെ തന്നെ ആ ഒരു തുക റോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരക്കാർക്കായിട്ടാണ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ, അതായത് ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ഹോട്ടലിൽ താമസിക്കുന്നവരായിരിക്കാം. അപ്പോൾ ഇത്തരക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നിരവധി ഡിസ്കൗണ്ടുകൾ കിട്ടുന്നത്, അതായത് ഇപ്പോൾ ഓൺലൈനിൽ നിന്നും കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ അവർക്ക് കൂടുതൽ റിവാർഡുകളോ അല്ലെങ്കിൽ ക്യാഷ് ബാക്കോ കിട്ടുന്ന തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകളുമുണ്ട്. അപ്പോൾ നമ്മളിന്നിവിടെ പരിചയപ്പെടുന്ന അത്തരത്തിലുള്ള 3 ക്രെഡിറ്റ് കാർഡുകളാണ്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ പ്ലാറ്റിനം റിവാർഡ് ക്രെഡിറ്റ് കാർഡാണ്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ പ്ലാറ്റിനം റിവാർഡ്സ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡാണ്. അതായത് നിങ്ങൾ ജോയിനിങ് ഫീ അല്ലെങ്കിൽ ആനുവൽ ഫീ എന്ന രീതിയിൽ ഒരു തുകയും കൊടുക്കേണ്ടതില്ല. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. അതായത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ 500 രൂപയെങ്കിലും സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലും പർച്ചേസോ മറ്റ് സർവീസുകളോ ഒക്കെ നമ്മൾ ആക്സസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഫീ ഇളക്കെ തന്നെ ഒഴിവാക്കി തരിക. അതെന്തായാലും നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ നിലവിലുള്ള ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ജോയിനിങ് ഫീയും ആനുവൽ ഫീയും ഫ്രീ ആയിരിക്കില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി മറ്റു ചില ഫീച്ചറുകൾ, അതായത് നമുക്ക് ഗുണമുള്ള മറ്റു ചില കാര്യങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിലുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പേര് തന്നെ പ്ലാറ്റിനം റിവാർഡ്സ് ക്രെഡിറ്റ് കാർഡ് എന്നാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഹോട്ടൽ ബുക്കിംഗ് നടത്തുന്നു, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുന്നു, ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നു. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 150 രൂപയ്ക്കും നിങ്ങൾക്ക് 5 റിവാർഡ് പോയിൻ്റ് കിട്ടും. റിവാർഡ് പോയിൻറ്റുകളെല്ലാം തന്നെ നമുക്ക് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളായിട്ടോ റിഡീം ചെയ്തെടുക്കാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതുകൂടാതെ നിങ്ങൾ മറ്റ് ഏതൊരു സ്ഥലത്തും ഓരോ 150 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് പോയിൻ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ സ്മാർട്ട് ക്രെഡിറ്റ് കാർഡാണ്. എന്നെപ്പോലുള്ള വ്യക്തികൾക്ക്, അതായത് ഓൺലൈനിൽ കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി തോന്നുക ഈ ഒരു ക്രെഡിറ്റ് കാർഡായിരിക്കും. കാരണം ഇതിൻ്റെ പ്രധാന ഓഫർ എന്ന് പറയുന്നത് 2% ക്യാഷ് ബാക്കാണ്. അതായത് പരമാവധി ഒരു മാസം 1000 രൂപ വരെ നമ്മൾ ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുന്ന തുകയ്ക്കനുസരിച്ചിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയാലും നല്ലൊരു തുക സ്പെൻഡ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു വർഷത്തിൽ 12000 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും. ഇനി മറ്റൊന്ന് തന്നെ ഓഫ്ലൈൻ സ്പെൻഡിങ്ങിന് 1% ആണ് കിട്ടുക. അത് ഒരു മാസം പരമാവധി 500 രൂപ വരെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ഏകദേശം 6000 രൂപ വരെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിൽ ക്യാഷ് ബാക്കാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ മറ്റ് 2 കാര്യങ്ങൾ കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായുണ്ട്. അതായത് നമുക്ക് ഡ്യൂ ഡേറ്റിൽ നമ്മൾ അടയ്ക്കേണ്ട തുകയ്ക്ക് പകരം അവർ പറയുന്ന ഒരു മിനിമം തുക മാത്രമാണ് അടയ്ക്കുന്നതെങ്കിൽ അടുത്ത 3 മാസത്തിന് ശേഷം നമ്മൾ പലിശ ഒന്നും ഇല്ലാതെ തുക അടച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ 3 മാസം എന്നൊരു കാലാവധി അവിടെ ആ ഒരു ഇത് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്, അത് പലിശയില്ലാതെ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ്. ഇനി അത് മാത്രമല്ല, ഇവർ സെലക്ട് ചെയ്യുന്ന ചില ട്രാൻസാക്ഷൻസിന് നമുക്ക് 0.99% EMI ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണ എല്ലാവരും 2%, 3% എടുക്കുക. പക്ഷേ ഇവിടെ ഇവർ സെലക്ട് ചെയ്യുന്ന ആ ഒരു ട്രാൻസാക്ഷൻസ് ഇത്ര വലിയ ഒരു ഓഫറും അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻസ് ആണ്. പിന്നെ അവർ പറയുന്നത് ആനുവലി 18000 രൂപയുടെ ക്യാഷ് ബാക്ക് വരെ നമുക്ക് പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ലഭിക്കാനുള്ള വൗച്ചറുകളും മറ്റു കാര്യങ്ങളും ഇവർ തരുമെന്നാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ മെയിൻ പ്രത്യേകതകൾ. അപ്പോൾ ഇത്രയൊക്കെ നല്ല ഓഫറുള്ള ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ഇവർ ജോയിനിങ് ഫീ അല്ലെങ്കിൽ ആനുവൽ ഫീ എന്ന് പറഞ്ഞ് ഈടാക്കുന്നത് 0 ആണ്. അത് ഫസ്റ്റ് ഇയർ മാത്രം. 2ാമത്തെ വർഷം നിങ്ങൾ ആ ഒരു കണ്ടിന്യൂ ചെയ്യാനുള്ള ഫീ അല്ലെങ്കിൽ ആനുവൽ ഫീ എന്ന രീതിയിൽ 499 പ്ലസ് GST നൽകേണ്ടി വരും. നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 1,20,000 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതും അവർ തിരിച്ചു തരും. അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു ട്രാൻസാക്ഷൻ നടത്തുന്ന വ്യക്തിയാണെങ്കിൽ നല്ല ഓഫറുകളോടുകൂടി ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ ഒരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡാണ്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ഈസി മൈ ട്രിപ്പ് ക്രെഡിറ്റ് കാർഡ്.
ഈസി മൈ ട്രിപ്പുമായിട്ട് സഹകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഈസി മൈ ട്രിപ്പിൻ്റെ സർവീസുകൾ കൂടുതൽ ഉപയോഗിക്കുന്നവർക്കാണ് കൂടുതലും ഉപകാരപ്പെടുക. ഈസി മൈ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലൈറ്റ്, ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലേ. അപ്പോൾ ഈ ഈസി മൈ ട്രിപ്പിൻ്റെ സർവീസുകൾ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവർക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡാണിത്. അതായത് നിങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈസി മൈ ട്രിപ്പിൽ ഹോട്ടൽ ബുക്കിംഗ് നടത്തുകയാണെങ്കിൽ 20% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടും. സ്പോട്ടിൽ തന്നെയാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഇനി മറ്റൊന്ന്, നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ വ്യത്യസ്തമായ രീതിയിലാണ് റിവാർഡ് പോയിന്റുകൾ ലഭിക്കുന്നത്. അതായത് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നു ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ, ഈസി മൈ ട്രിപ്പിലായിരിക്കണം എന്നില്ല. ഇതുകൂടാതെ നിങ്ങൾ എയർലൈൻ വെബ്സൈറ്റുകളിൽ ഇതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. ഈ സമയത്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 100 രൂപയ്ക്കും 10 റിവാർഡ് പോയിൻ്റാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ മറ്റ് ഏതെങ്കിലുമൊക്കെ കാറ്റഗറികൾ, അതായത് സാധാരണ ഏതെങ്കിലുമൊക്കെ കാറ്റഗറികളിലായിട്ട് നിങ്ങൾ പർച്ചേസ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ 100 രൂപയ്ക്ക് 2 റിവാർഡ് പോയിൻ്റ് കൂടി ഇവർ തരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിവാർഡ് സിസ്റ്റം. ഈ ഓരോ റിവാർഡ് പോയിൻറ്റും 25 പൈസ വിലയുള്ളതാണ്. നമുക്കത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു വൗച്ചറുകളൊക്കെ ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും, അതായത് റിഡീം ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി മറ്റൊരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് എയർപോർട്ടിൽ ലോഞ്ച് ആക്സസ്. ഡൊമസ്റ്റിക് എയർപോർട്ടുകളിൽ ക്വാർട്ടർലി 1 എന്ന രീതിയിലും ഇൻ്റർനാഷണലിൽ ഒരു വർഷത്തിൽ 2 ലോഞ്ച് ആക്സസുമാണ് ഇവർ നൽകുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ഡൊമസ്റ്റിക് ട്രിപ്പുകളൊക്കെ നടത്തുന്നവർക്ക് ഏകദേശം ഒരു 27,000 രൂപയോളം സേവ് ചെയ്യാനുള്ള മറ്റു വൗച്ചറുകളും പല കാര്യങ്ങളും ഇവർ നൽകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലൈഫ് ടൈം ഫ്രീ അല്ല. ഇതിന് ജോയിനിങ് ഫീ എന്ന രീതിയിൽ 350 രൂപ പ്ലസ് GST നൽകണം. അതുപോലെ തന്നെ ആനുവൽ ഫീയും 350 പ്ലസ് GST നൽകണം. ഇനി നിങ്ങൾക്ക് ഈ ആനുവൽ ഫീ ഒഴിവാക്കാൻ വഴിയുണ്ട്. ഓരോ വർഷവും മിനിമം 50,000 രൂപയുടെ ട്രാൻസാക്ഷൻ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നടത്തിയാൽ മതി. ആ ഒരു ആനുവൽ ഫീ നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടും. അപ്പോൾ യാത്രക്കാരെ സംബന്ധിച്ച് നല്ലൊരു ക്രെഡിറ്റ് കാർഡ്, നല്ല രീതിയിൽ ഹോട്ടൽ ബുക്കിങ്ങും അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഈസി മൈ ട്രിപ്പ് എന്നുള്ള ഈ ഒരു കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡായിരിക്കും ഏറ്റവും മികച്ചത്. അപ്പം ഞാനിവിടെ പരിചയപ്പെടുത്തിയ 3 ക്രെഡിറ്റ് കാർഡുകളിൽ സ്മാർട്ട് ക്രെഡിറ്റ് കാർഡ് 18 മുതൽ 67 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എന്നാൽ മറ്റു 2 ക്രെഡിറ്റ് കാർഡുകൾ, അതായത് പ്ലാറ്റിനം റിവാർഡ് ക്രെഡിറ്റ് കാർഡും ഈസി മൈ ട്രിപ്പിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ, ഇത് രണ്ടും 18 വയസ്സുള്ളവർക്ക് കിട്ടില്ല. 27 വയസ്സ് മുതൽ 55 വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വീട്ടിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഡ്യൂ ഡേറ്റിൽ തന്നെ തിരിച്ചടയ്ക്കാൻ കഴിയുമെന്നുള്ളവർ മാത്രം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുക. അങ്ങനെയുള്ളവർക്ക് വളരെ ലാഭകരമാണ്. ഒരു വർഷം നല്ല രീതിയിൽ സേവ് ചെയ്യാൻ, പല വിധത്തിൽ സേവ് ചെയ്യാൻ ക്രെഡിറ്റ് കാർഡുകൾ നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെയും പരിചയപ്പെടുത്താത്ത 3 ക്രെഡിറ്റ് കാർഡുകളാണ് ഇപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.